വിശ്വാസത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുകയാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകനെ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരതളിയും ആദരിച്ചു. വിശ്വാസത്താൽ അവൻ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിട വന്നു. ഇവിടെയാണ് നമുക്ക് യാത്ര കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസത്താലുള്ള യാത്ര തന്റെ അപ്പനെ പോലെ കൊട്ടാരത്തിൽ വളർന്ന് ആ രാജ കൊട്ടാരത്തിന്റെ സുഖസൗകര്യങ്ങളും ഒന്നും അനുഭവിക്കാതെ, അത് വേണ്ട, ദൈവം പറഞ്ഞ വിളിക്കനുസരിച്ച് ഇതാ അദൃശ്യനായ ദൈവത്തെ കണ്ട്, കാണാത്ത ദൈവത്തെ കണ്ട് അവൻ ദൈവത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ അവൻ തീരുമാനിച്ചു. ഇവിടെ നമുക്ക് കാണാൻ ഇസ്രായേൽ മക്കളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം ദൈവം വിടുവിച്ചു കൊണ്ടുവരുമ്പോ, പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ നിരന്ന് പോകുമ്പോ ഏറ്റവും മുമ്പിൽ മോശ, എന്നാൽ പുറകിൽ ഇങ്ങനെ ജനം ഇങ്ങനെ അടിയിടിയായി പോവുക. ഏറ്റവും പുറകിലുള്ള ജനം അവർ കാണുകയാണ് ഈജിപ്തിന്റെ സൈന്യം വരുന്നത്. മുമ്പിൽ നിൽക്കുന്ന മോശ കാണുന്നില്ല. മുമ്പിൽ നിൽക്കുന്ന മോശ ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കുക. കൂടത്തിലുള്ള മനുഷ്യരെല്ലാം മോശയുടെ കൂടെ നടക്കുക. പുറകിലുള്ളവർ കാണുന്നു ശത്രു വരുന്നു. നടുക്കുള്ളവരൊന്നും അറിയുന്നില്ല. മുമ്പിലുള്ളവർ വഴി കാണുന്നു. അവസാനം ചെങ്കടലിന് തീരത്ത് വരുന്നു. മുമ്പോട്ട് വഴിയില്ല. എന്തു ചെയ്യണം? മോശ ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം മോശയോട് പറഞ്ഞതുപോലെ മോശ തന്റെ കയ്യിലുള്ള വടിയെടുത്തു, ചെങ്കടലിന് നേരെ നീട്ടി. കടൽ രണ്ടായി. ഉണങ്ങിയ സ്ഥലത്തെന്ന പോലെ അവരക്കരെ കടന്നു. അവരക്കരെ കടക്കുന്നോളം വരെയും ദൈവം പരിപാലിച്ചു. അക്കരെ കടന്നു കഴിയുമ്പോൾ സൈന്യം, പുറകിൽ വരുന്ന സൈന്യം, അവരെ മുഴുവൻ ദൈവം വെള്ളത്തിൽ മുക്കിക്കൊന്നു. ഇവിടെ നമുക്കൊരു പാഠമുണ്ട് പ്രിയമുള്ളവർ. ഇസ്രായേൽ മക്കളെ ഈജിപ്തുകാർ എങ്ങനെയാണോ കൊന്നുകളഞ്ഞത്, അതുപോലെ തന്നെ അവിടെ സൈന്യത്തെ മുഴുവൻ ദൈവം വെള്ളത്തിൽ മുക്കിക്കൊന്നു. ദൈവം കൊന്നു, വേറെ ആരുമല്ല. എന്നിട്ടോ ഇസ്രായേൽ മക്കളെ ദൈവം നോക്കി. അദൃശ്യനായ ദൈവത്തെ നമ്മളൊന്ന് കണ്ടോ? ദൈവം പറഞ്ഞ വഴിയിലൊന്ന് പോയേ. വഴിയില്ലാത്ത വഴികളും നമുക്ക് തുറന്നു വരും. നമ്മൾ മുന്നിലുള്ള അടഞ്ഞ പാതകളെ നമുക്ക് തുറന്നു തരും. നമ്മുടെ മുമ്പിൽ അടഞ്ഞ വിഷയങ്ങൾ നമുക്ക് ദൈവം പരിഹരിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പറഞ്ഞ് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ രക്ഷയ്ക്കായിട്ടുള്ള വാതിലുകൾ നമുക്ക് തുറന്നു തരുന്ന ഒരു നിമിഷമാണ് പ്രിയമുള്ളവരെ ഇത്. ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖമെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഒന്നിറങ്ങിയാൽ വീണ്ടും വചനഭാഗം നമുക്ക് കാണുകയാണ്. കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ തൊടാതിരിക്കാൻ വേണ്ടി കുഞ്ഞാടിന്റെ രക്തം കണ്ടോ ഒഴുക്കി. അത് കട്ടിലപ്പടിയിലെ ഒഴിച്ചു. സംഹാരകൻ വരുമ്പോൾ തന്റെ മക്കളെ ആരെയും തൊടരുത്. ഇന്ന് യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ് നമ്മൾ. കുഞ്ഞാടായ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് അവന്റെ രക്തത്താൽ തളിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നമ്മളെ തൊടാത്തത്. നിന്റെ ഭവനത്തിൽ നിന്റെ മകനെ, നിന്റെ മകളെ, കുടുംബത്തിലുള്ളവരെ തൊടാത്തത്. ചിലരെയൊക്കെ തൊടുന്നത് കൊണ്ടാണ് ചിലതൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നോക്കണം. ഇന്ന് എന്നെ തൊടാത്തതും എന്റെ ഭവനത്തെ തൊടാത്തതും കാരണം
യേശുവിന്റെ രക്തത്താലാണ് നമ്മൾ കഴുകപ്പെട്ടത്. ഈ ഒരു കഴുകലിലൂടെ നമുക്ക് കിട്ടിയ രക്ഷയുണ്ടല്ലോ, ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഇന്ന് ദൈവത്തോട് കൂടെ ആയിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ നയിച്ചെങ്കിൽ നിന്റെ വിളിയും നിന്റെ അഭിഷേകവും ഏറ്റെടുത്തുകൊണ്ട് അദൃശ്യനായ ദൈവത്തെ കണ്ട് അവനെ ആരാധിക്കാൻ തക്കവണ്ണമുള്ള ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തരുന്ന കൃപയുണ്ടല്ലോ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പടി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു തരണം. ഞങ്ങൾക്ക് നിന്നോട് കൂടെ ജീവിക്കണം. അതിനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നീ അധികം തരണം. കർത്താവേ, നീ മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.